മലപ്പുറത്തുകാരുടെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് ഓട്ടട കേട്ടോ. ഓട്ടടയും അതിലേക്ക് ഒരു ചിക്കൻ കറിയും കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 2 ഗ്ലാസ് പച്ചരിയാണ് കുതിർത്തെടുത്തത് കേട്ടോ. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരമുറി തേങ്ങ ചിരകിയതും 2 കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അതിലേക്ക് 2 കോഴിമുട്ട ചേർക്കുന്നത് ഇത് നാടൻ കോഴിയുടെ മുട്ട ആയതുകൊണ്ടാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാവും കേട്ടോ. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് പിന്നെ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് അരച്ചെടുത്തു കേട്ടോ. ഇത് പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തേ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിലാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ആണ് ചുട്ടെടുക്കുന്നത്. അടുപ്പത്ത് മൺചട്ടി വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല ഓട്ടയായിട്ട് നല്ലൊരു ഓട്ടടയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്കൊരു ചിക്കൻ കറിയും കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1 മുറി നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കിനും ഇത് മസാലയും ഉപ്പൊക്കെ ഈ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചിട്ടുണ്ടാവുകയെ. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതൊന്ന് വഴറ്റി വന്നതിന് ശേഷം 2 സവോള അരിഞ്ഞതും ചേർത്ത് കൊടുത്തേ. സവോള വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്ക് സവോള. സവോള വഴറ്റിയതിന് ശേഷം പിന്നെ ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇത് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് നേരം ഇളക്കി ചേർത്തിട്ട് പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു. മുളക് പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. വീണ്ടും ഇത് നന്നായി വഴറ്റി കൊടുത്തേ. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ തക്കാളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. പഴുത്ത തക്കാളി ആയിരുന്നില്ല കേട്ടോ, ഒരു ഇടത്തരം പച്ച തക്കാളി ആയിരുന്നു കേട്ടോ. ശരിക്കും അങ്ങോട്ട് പഴുക്കാത്ത തക്കാളി ആയിരുന്നു, അതുകൊണ്ടാണ് ആ നിറം കേട്ടോ. അതും വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ച ചിക്കനാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചിക്കൻ ചേർത്തിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. മസാലയും ചിക്കനും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ചിക്കനിലത്തെ വെള്ളം അങ്ങനെ ഇതിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പാകത്തിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയൊന്ന് നോക്കണം കേട്ടോ. ഇത് വെന്ത് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഓട്ടടയും നല്ലൊരു ചിക്കൻ കറിയും കൂടിയാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.